എല്ലാവരും ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ടാവും, ആ ബക്കറ്റ് ഇങ്ങോട്ട് വരട്ടെ, അയ്യോ 10ന്റെ നോട്ട് എടുക്കാൻ മറന്നോ, ടെൻഷനൊക്കെ ആവും ചില ആളുകൾ. അപ്പൊ 10 എന്നുള്ളത് ചില ആളുകളുടെ വിചാരം അത് ബക്കറ്റിലിടാനായിട്ടുള്ളൊരു സംഖ്യ എന്നാ. മിഅറാജിന്റെ രാവക്കല്ലേ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തിലേക്കൊക്കെ പോയ രാവല്ലേ. അതുകൊണ്ട് ആ 10 ചുരുങ്ങിയതൊരു 100 രൂപയെങ്കിലും ആക്കിയിട്ട് സ്വതക്ക ചെയ്യാം. അള്ളാഹു കബൂലാക്കട്ടെ. എല്ലാരും ഒന്ന് ആമീൻ പറയും മക്കളെ, അള്ളാഹു കബൂലാക്കട്ടെ. നിങ്ങൾ എന്ത് നിയത്തോടെയാണോ ആ സ്വതക്ക ആ ബക്കറ്റിൽ നിക്ഷേപിക്കുന്നത്, റഹ്മാനായ റബ്ബ് എല്ലാ സ്വതക്കകളും കബൂലാക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാൻ ചെറുതായിട്ടാണ് തുടങ്ങുന്നത്, പക്ഷെ നിങ്ങളത് കാര്യമായിട്ട് ചെയ്യണം. എല്ലാ ദിവസവും ബക്കറ്റിലിടാൻ വേണ്ടിയിട്ട് ഒരു 100 രൂപ കയ്യിൽ കരുതിയിട്ട് വേണം നമ്മളൊക്കെ വരാൻ. അള്ളാഹു കബൂലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ പറയുന്നത്, റസൂലുള്ള പറയുന്നത്, ഞാൻ സ്വർഗത്തിൽ റുമൈസയെ കണ്ടു. വീണ്ടും പറയാണ്, ഞാൻ അതിലൂടെ നടന്നു നോക്കിയപ്പോൾ ഞാനതാ ഒരു ശബ്ദം കേൾക്കുന്നു. ഒരാളിങ്ങനെ നടക്കുന്ന ഒരു ശബ്ദം, സ്വർഗത്തിലൂടെ നടക്കുന്ന ഒരു ശബ്ദം. ഞാൻ നോക്കിയതാരുടെ ശബ്ദമാണ്? ഫഇദാ ഹുവ ബിലാൽ. അത് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ശബ്ദമായിരുന്നു. ബിലാൽ ജീവിച്ചിരിക്കുന്ന സമയമാണ്. സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ സ്വർഗത്തിൽ കണ്ടത് എന്തുകൊണ്ടാ? ആ ത്യാഗം കൊണ്ട്, ആ ഈമാൻ കൊണ്ട്, ആ നിശ്ചയദാർഢ്യം കൊണ്ട്. ഒരു കാര്യം കൂടെ സാന്ദർഭികമായിട്ട് പറയാം. ഒരിക്കൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ബിലാലേ, ഞാൻ എപ്പോ സ്വർഗത്തിലേക്ക് പോയാലും എന്റെ മുമ്പ് താങ്കൾ മുൻകടന്നതായിട്ട് ഞാൻ കാണാറുണ്ടല്ലോ, എന്താണ് താങ്കൾ പ്രത്യേകമായി ചെയ്യുന്ന പ്രവർത്തനമെന്ന് ചോദിച്ചു. അവിടുന്ന് ബിലാൽ മറുപടി പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ ഒന്നും പ്രത്യേകമായിട്ട് ചെയ്യാറില്ല. പിന്നെയോ, എനിക്ക് എപ്പോഴെങ്കിലും ചെറിയ അശുദ്ധി ഉണ്ടായാൽ, അഥവാ എന്റെ വുളൂ മുറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ വുളൂഇനെ പുതുക്കാറുണ്ട്. വുളൂ ചെയ്ത ഉടനെ ഞാൻ 2 റക്അത്ത് സുന്നത്തും നിസ്കരിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ എപ്പോഴും വുളൂ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മിഅറാജിന്റെ ഒരു സന്ദേശമാണ്. മിഅറാജിന്റെ ഈ രാവിൽ സ്വർഗത്തിലേക്കുള്ള വിളിയെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോ ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു സ്വർഗത്തിലെത്താനുള്ള കാരണത്തെ കുറിച്ച് അവിടുന്ന് പറഞ്ഞത് വളരെ നിസ്സാരമെന്ന് തോന്നിക്കാവുന്ന ഒരു കാര്യമാണ്. വുളൂ ഉണ്ടായിരിക്കുക, എപ്പോഴും വുളൂ ഉണ്ടായിരിക്കുക. വുളൂ മുറിഞ്ഞാൽ ഉടനടി വുളൂ ചെയ്യുക. പ്രത്യേകിച്ച് ഉറങ്ങാൻ പോകുമ്പോ വുളൂ ചെയ്യുക. എവിടെ അതിനൊക്കെ സമയല്ലേ? ഉറങ്ങാൻ പോകുമ്പോ വുളൂ ചെയ്യുക. നമ്മൾ എത്ര ആളുകളെന്ന് ആലോചിക്കാറുണ്ട്. ഇന്ന് രാവിലെ എന്റെ നാട്ടിൽ സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ ഉടനെ ഒരു 22-23 വയസ്സ്, മാക്സിമം 25 വയസ്സ് ഒരു ചെറുപ്പക്കാരൻ മരിച്ചു. ജാബിർ എന്ന ചെറുപ്പക്കാരൻ. അള്ളാഹു അവന്റെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. എല്ലാരും ആമീൻ പറയൂ. എന്റെ ഒരു കുടുംബക്കാരനാണ്. എന്റെ വീടിന്റെ കുറച്ച് ഒരു 10-300 മീറ്റർ അപ്പുറത്തുള്ള വീടാണ്. ആ കുട്ടിക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പുറത്തു കൊടുക്കുമാറാവട്ടെ. അവന്റെ ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായ എന്താ ചെയ്യാ അല്ലേ? ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരാൾ ഉറങ്ങുന്ന സമയത്ത് അല്ലാഹു അവന്റെ റൂഹ് പിടിച്ചു. അവൻ വുളൂഓട് കൂടെയാണ് ഉറങ്ങിയിരുന്നതെങ്കിൽ അല്ലാഹു അവന്റെ റൂഹിനെ അർശിന്റെ അടുക്കലേക്ക് കൊണ്ടുപോകുമെന്ന് സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കും, ഉറങ്ങുക എന്നുള്ളത് വുളൂ മുറിയണ കാര്യമാണല്ലോ. ഇത് ഉറങ്ങാൻ വേണ്ടി എടുക്കുന്ന വുളൂ ആയതുകൊണ്ട് ആ വുളൂ അയാളുടെ ഉറക്കത്തിലുണ്ടാവും. അതുകൊണ്ട് നിസ്കരിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ. അപ്പൊ സംഭവം നിങ്ങൾ നോക്കൂ. തൊട്ടടുക്കല് ഭാര്യ കിടക്കുന്നുണ്ട്, ഇയാൾ ഒതുർത്തു പോയ ഭാര്യനെ തൊട്ടാ വുളൂ മുറിയില്ലേ? അത് നോക്കിയിട്ട് കാര്യമില്ല. ആ ഉറങ്ങുക എന്ന ലക്ഷ്യത്തോടുകൂടെ ഒരു വുളൂ ചെയ്യാം. പിന്നെ ബെഡിൽ പോയിട്ട് അത് മുറിയട്ടെ മുറിയാതിരിക്കട്ടെ, അങ്ങനെ മുറിയുന്നത് നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആൾക്ക് ആ ഒതുർക്കാൻ തന്നെ രാത്രി സമയം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ആ ഉറങ്ങുക എന്നുള്ള ലക്ഷ്യത്തോടെ ഒരു വുളൂ ചെയ്യാം. വളരെ സിമ്പിളാണ്. ഒരു 2 ദിവസം അതങ്ങോട്ട് പ്രാക്ടീസ് ചെയ്താൽ എന്തൊരു പുണ്യാന്നറിയോ? വുളൂ. അത്തിപ്പറ്റ ഉസ്താദൊക്കെ ദുആ ചെയ്യാറുണ്ട്, അല്ലാഹുവേ വുളൂഓട് കൂടെ മരിപ്പിക്കണേ.
ആ മഹാൻ ദ്വാരക്കണം എന്നുണ്ടെങ്കിൽ അതൊരു പ്രധാനപ്പെട്ട കാര്യമായി തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളും അതിനു വേണ്ടി പരിശ്രമിക്കുക. ചെറുപ്പക്കാരെ, ഒരുപാട് മാറ്റങ്ങൾ വരും നിങ്ങളുടെ ജീവിതത്തിൽ, ഒരു സംശയവും വേണ്ട. നിരന്തരമായി സദാസമയവും ഒളു ഉള്ളവനായാൽ ഇന്ന് രാത്രി മുതൽ നിങ്ങളൊന്ന് പരീക്ഷിച്ചു, നാളെ രാവിലെ സുബഹി മുതൽ നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ. എപ്പോഴും ഒളു ഉള്ളവനായാൽ മനസ്സിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. വിചാരങ്ങളിലും ചിന്തകളിലും പരിവർത്തനങ്ങൾ വരും. ഈ വാട്സാപ്പിന്റെയും ഫേസ്ബുക്കിന്റെയും മൊബൈൽ ഫോണിലുള്ള സമയം ചെലവഴിക്കലിന്റെയും ലോകത്ത് നിന്ന് നമ്മൾ ഒരുപാട് മാറി നിൽക്കും. ഇബാദത്തിന്റെ മനസ്സ് സ്വാഭാവികമായും വരും. നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ. ചില ആളുകൾ, ചെറുപ്പക്കാര് പറയും, ഉസ്താദേ എന്താ ഇട്ടതിൽ നിന്ന് വിട്ടുനിൽക്കാൻ കഴിയുന്നില്ല, എപ്പോഴും മൊബൈലിൽ നോക്കാൻ തോന്നുകയാണ്, ഹറാമിലേക്ക് പോവാൻ മനസ്സിങ്ങനെ വല്ലാതെ മോഹിക്കാണ്, കാണാൻ മോഹിക്കാണ്, നെറ്റിൽ സെർച്ച് ചെയ്യാൻ മോഹിക്കാണ്. പൊന്നുമോനെ, അതിന് ഏറ്റവും ചെറിയ ഒരൊറ്റ മൂല്യാണ് എപ്പോഴും ഒളു ഉണ്ടായിരിക്കുക എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ പറയപ്പെട്ട ഈ സഹോദരന്മാര് സംഘടിപ്പിച്ച ആവീല എന്ന് പറയുന്ന ഈ പ്രദേശത്ത് സംഘടിപ്പിച്ച ഇൽമിന്റെ മജ്‌ലിസിലേക്ക് വളരെ താല്പര്യത്തോടെ വന്ന ഈ മുഅ്മിനീങ്ങളായ ആളുകൾ, ഒരുപാട് സ്വാലിഹീങ്ങൾ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർ, നിസ്കാരം ഒഴിവാക്കാത്തവർ, ഇൻഷാ അല്ലാഹ് നിന്ന് അത്താഴം നാളെ മിഅ്റാജിന്റെ സുന്നത്ത് നോമ്പ് നോൽക്കണമെന്ന് തീരുമാനിച്ചവർ, അങ്ങനെയൊക്കെ ഒരുപാട് നല്ല നിയത്തുമായി കഴിഞ്ഞുകൂടുന്ന നിങ്ങൾ അതിനോടുകൂടെ ഒരു പ്രതിജ്ഞ കൂടെ എടുക്കൂ. ഇൻഷാ അല്ലാഹ് ഞാൻ ഇനി മുതൽ എപ്പോഴും ഒളു ഉള്ള ആളായിരിക്കും. കാരണം എന്താ? ആ ഒളു ഇങ്ങനെ നിരന്തരമായി പോയാൽ പ്രതീക്ഷയുള്ളൂ, മരിക്കുന്ന സമയത്ത് ആ ഒളു ഉണ്ടായാൽ അത് നമുക്കൊരു പ്രതീക്ഷയാണല്ലോ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഞാൻ സ്വർഗ്ഗത്തിൽ കണ്ടുവെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയാൻ, ഞാനവിടെ ഒരു കൊട്ടാരം കണ്ടു. മനോഹരമായ ആ കൊട്ടാരം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു, അല്ലാ, ഇതെനിക്കുള്ള കൊട്ടാരമാണോ? കാരണം അത്രയും ഭംഗിയുണ്ട്. അതിന്റെ അകത്ത് നിന്ന് നോക്കിയാൽ പുറം കാണാൻ കഴിയും. മുത്തുകളാലും പവിഴങ്ങളാലും അലങ്കൃതമായ ആ കൊട്ടാരം അതെനിക്കുള്ളതാണോ എന്ന് വിചാരിച്ച് ഞാൻ ആ കൊട്ടാരത്തിലേക്ക് കടക്കുമ്പോ അടാ പറയപ്പെടുന്നു, യാ റസൂലല്ലാഹ്, ഇതങ്ങേക്കുള്ളതല്ല, പിന്നെ ഇതാർക്കുള്ളതാണ്? മുഖം നോക്കാതെ പറയാന്നുള്ള ആൾക്കായിരിക്കും അല്ലേ? ഏതായാലും ഞാൻ എന്താ പറഞ്ഞത്? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അത് കേൾക്കണില്ലേ? കേൾക്കണ്ടല്ലോ അല്ലേ? ഉമർലാനെ പറ്റിയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? അല്ല, ബിലാല് കഴിഞ്ഞല്ലോ. അത് കൊട്ടാരം, സ്വർഗത്തിൽ കണ്ട കൊട്ടാരം. ആ കൊട്ടാരം കണ്ടപ്പോ റസൂലുള്ള വിചാരിച്ചു, ഇതെനിക്കുള്ള കൊട്ടാരാണ്. നബി തിരുമേനി അത് പറയുകയും ചെയ്തു. ഞാൻ വിചാരിച്ചു അതെനിക്കുള്ള കൊട്ടാരമാണോ? അപ്പോഴാ പറയപ്പെടുന്നത്, നിങ്ങൾക്കുള്ളതല്ല, ഹാദാ ഖസ്റുൽ ഉമറ, ഈ സ്വർഗത്തിലുള്ള കൊട്ടാരം ഇത് ഉമറിനുള്ള കൊട്ടാരമാണ്. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ഉമർ, ഫതദക്കർതു ഗീറതക യാ ഉമർ, നിങ്ങൾ വലിയ കോപാന്ധനാണല്ലോ, ദേശക്കാരനാണല്ലോ. നിങ്ങളുടെ സമ്മതമില്ലാതെ നിങ്ങളുടെ കൊട്ടാരത്തിൽ കയറിയാൽ അത് നിങ്ങൾക്ക് എന്നോട് ദേഷ്യത്തിന് കാരണമാകുമോ എന്ന് ഞാൻ വിചാരിച്ചു പോയി. അതുകൊണ്ട് ഞാൻ ആ കൊട്ടാരത്തിൽ കടന്നില്ല. എന്നിട്ട് ഉമർലാന്റെ മുമ്പിൽ ഇതിങ്ങനെ പറയുമ്പോണ്ട് പെട്ടെന്ന് ധീരനും വീരനും ശൂരനുമായ ഉമർ തങ്ങൾ വിങ്ങി വിങ്ങി കരയാണ്. കരഞ്ഞുകൊണ്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് ബി അബി അൻത വ ഉമ്മി അലൈക അഗാ, എന്താ നബിയേ അങ്ങീ പറയുന്നത്? അങ്ങയുടെ മേലിൽ ഞാൻ ദേഷ്യപ്പെടുകയോ നബിയേ? ഒരിക്കലും ഉണ്ടാവൂല, അങ്ങയുടെ മേലിൽ ഞാൻ ദേഷ്യപ്പെടൂല യാ റസൂലല്ലാഹ്. എന്താണ് നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ടത്? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഉമർ തങ്ങൾ അതിനുള്ള യോഗ്യത നേടിയത് കൊണ്ടാണ്.
അതാണ് അല്ലാഹു നമ്മെ വിളിക്കുന്നത്. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. അല്ലാഹുവാണ് നമ്മളെ വിളിക്കുന്നത്. എവിടേക്ക്? ഇലാ ദാരിസ്സലാം, സമാധാനത്തിന്റെ വീട്ടിലേക്ക്, സ്വർഗത്തിലേക്ക് അല്ലാഹുവാ വിളിക്കുന്നത്. ചിന്തിക്കണം പ്രിയപ്പെട്ട സഹോദരന്മാരെ, സ്വർഗത്തിലേക്ക് വിളിക്കുന്നത് അല്ലാഹുവാണ്. ഏതെങ്കിലും പ്രധാനപ്പെട്ടയാളല്ല, ഏതെങ്കിലും ഭൗതികമായ രംഗത്ത് പ്രശോഭിച്ചു നിൽക്കുന്ന മനുഷ്യനല്ല. അല്ലാഹു നമ്മളെ വിളിക്കുമ്പോ നമുക്ക് ഈ ജീവൻ നൽകിയ, സശരീരം നൽകിയ, ഈ കുടുംബം നൽകിയ, ഈ സൗകര്യങ്ങളും സംവിധാനങ്ങളും എല്ലാം നമുക്ക് സമ്മാനിച്ച റഹ്മാനും റഹീമുമായ അല്ലാഹു നമ്മളെ വിളിക്കുമ്പോ ആ വിളിക്ക് നമ്മൾ ഉത്തരം നൽകുകയാണോ വേണ്ടത്? അതല്ല പടച്ചോനെ, തൽക്കാലം നീ അവിടെ വിളിച്ചോ, ഞങ്ങൾ വരുന്നില്ല എന്നാണോ പറയേണ്ടത്? എന്താ പറയേണ്ടത്? അല്ലാഹുവേ, നീ ഞങ്ങളെ വിളിച്ചല്ലോ, ലബ്ബൈക യാ അല്ലാഹ്, ഞങ്ങളിതാ വരുന്നു റബ്ബേ. അതാ പറയേണ്ടത്. കാരണം അല്ലാഹു നമ്മളെ വിളിച്ചത് അപകടത്തിലേക്കല്ല, റബ്ബ് നമ്മെ വിളിച്ചത് എന്തെങ്കിലും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയല്ല. അല്ലാഹു വിളിക്കുന്നത് ഇലാ ദാരിസ്സലാം, ദാറുസ്സലാമിലേക്കാണ്. നമ്മൾ പഠിക്കണം എന്താണ് സ്വർഗത്തിന്റെ ആ പേര്. സലാം എന്നത് അള്ളാന്റെ പേരുകളിൽ ഒന്നാണ്, അല്ലേ? അല്ലാഹുമ്മ അന്തസ്സലാം. ചിന്തിക്കണം, ഇന്ന് ഈ സമുദായത്തിന്റെ പേരിൽ ഭീകരത ആരോപിക്കുന്നവർ, തീവ്രവാദം ആരോപിക്കുന്നവർ കാലങ്ങളായി, നൂറ്റാണ്ടുകളായി ഓരോ രാജ്യങ്ങളിലും, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലും ഒരിക്കൽ പോലും നിയമം കൊണ്ട് വിലക്കപ്പെടാത്ത പരിശുദ്ധമായ ബാങ്കിന്റെ ധ്വനികൾക്ക് നേരെ പോലും തീവ്രവാദത്തിന്റെയും തിന്മയുടെയും സ്വരത്തിൽ സംസാരിക്കുമ്പോ ചില ആളുകൾക്ക് അവരുടെ പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള ഒരു താല്പര്യമാണ്. മീഡിയകളിലൊക്കെ കണ്ടു ഒരു ഗായകൻ, ആരും അയാളെ പേരനെ കേട്ടിട്ടില്ല, എന്നിട്ട് അയാൾ ഇപ്പൊ എല്ലാവരുടെ അടുക്കലും അറിയപ്പെട്ടത് എങ്ങനെയാണ്? ബാങ്ക് വിളി കേൾക്കുമ്പോൾ അയാൾക്കുണ്ടാകുന്ന അസ്വസ്ഥത. പക്ഷെ പടച്ചവൻ വിശ്വാസികളോട് കൂടെയുണ്ട്. ലോകാടിസ്ഥാനത്തിലെ ഏറ്റവും വലിയ വാർത്താ വിനിമയ സംവിധാനത്തിന്റെ ഏജൻസിയായ BBC തെളിയിച്ചു, ഈ പറയപ്പെട്ട ഗായകന്റെ വീട് ഒരിക്കലും ബാങ്ക് കേൾക്കാത്ത ഒരു സ്ഥലത്താണ്. നിങ്ങൾ കണ്ടില്ലേ, സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടായിരുന്നു. BBC ആണ് പുറത്തു കൊണ്ടുവന്നത് ഒരു ലേഖകൻ, എന്തിന് നമ്മുടെ നാടുകളിൽ ഇങ്ങനെ ഛിദ്രതയുണ്ടാക്കുന്നു എന്ന് ചോദിച്ചു. കാരണം കുറച്ച് ആളുകൾ അതിനെ പിന്തുണക്കാൻ ഉണ്ടാവുന്ന വിചാരം, ഈ രാജ്യത്ത് മതബോധമുള്ളവരും ദീനീബോധമുള്ളവരും ഏതെങ്കിലും ഒരു മതത്തെ വിശ്വസിക്കുന്നവരും വേണ്ട, ഒരു മതത്തിലും വിശ്വസിക്കാത്തവരും ഒരിക്കലും മറ്റുള്ളവരെ ആക്ഷേപിക്കാനോ തള്ളിപ്പറയാനോ അവരുടെ മതപരമായിരിക്കുന്ന ആചാരങ്ങളെ ഹിംസിക്കുവാനോ ശ്രമിക്കൂലല്ലോ. അതൊക്കെ അവരുടെ പ്രശസ്തിക്ക് വേണ്ടി, അവരുടെ പെരുമക്ക് വേണ്ടി, ഞങ്ങളൊക്കെ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയുള്ള ഓരോ കുതന്ത്രങ്ങൾ മാത്രമാണ്. ബാങ്ക് അതിനെ നിരോധിക്കാൻ ഒരാൾക്കും കഴിയില്ല, അത് നിരോധിക്കപ്പെടില്ല. ഇൻഷാ അല്ലാഹ് നമ്മുടെ രാജ്യത്ത് അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അങ്ങനെ പലരും പലതും പറഞ്ഞ് ശ്രമിക്കുമ്പോ, കൊല്ലാൻ നോക്കുമ്പോ, അപകടപ്പെടുത്താൻ നോക്കുമ്പോ, ഭീഷണി ഉയർത്തുമ്പോ, അല്ലേ, പരസ്പരം സന്തോഷത്തോടെ കഴിഞ്ഞു പോകുന്ന ഈ നാടിൽ അല്ലെ തടഞ്ഞു നിർത്തിയിട്ട് അടിക്കുക, ഇടിക്കുക, മുഖത്ത് വെട്ടുക. നമ്മുടെ ഈ കൊച്ചിയിൽ പോലും കണ്ടില്ലേ? അതൊന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല. അങ്ങനെയുള്ള അതിന് ശ്രമിക്കുന്ന ആളുകൾ പാവപ്പെട്ട മനുഷ്യന്മാരെ പിടിച്ച് തടഞ്ഞു നിർത്തിയിട്ട് വിളിക്കടാ, ഈ മുദ്രാവാക്യം എന്ന് പറഞ്ഞൊരു മുദ്രാവാക്യം വിളിക്കാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോ അവരൊന്ന് പഠിക്കണം. എന്താണ് ഈ മുസ്ലിങ്ങളുടെ നിസ്കാരം? നിസ്കാരം പഠിക്കണം. ആ നിസ്കാരം കഴിഞ്ഞിരിക്കുമ്പോ അവരെന്താ പറയുന്നത്? അതിലേക്കൊന്ന് ചെവികോർത്താൽ അവർക്ക് കേൾക്കാൻ കഴിയും. അല്ലാഹുമ്മ അന്തസ്സലാം, അല്ലേ? പരിശുദ്ധ ഖുർആനിലുള്ള ആയത്തുകളെ ലോകത്തിന്റെ മുമ്പിൽ തെറ്റിദ്ധരിപ്പിക്കുന്നവർ,
മുസ്ലിങ്ങൾ ഖുർആനിലൂടെ എല്ലാവരെയും കൊല്ലാനുള്ള ആഹ്വാനം കേൾക്കുന്നവരാണെന്ന് പ്രചരിപ്പിക്കുന്നവർ അങ്ങനെയുണ്ട്. അതിന്റെ ഇടയിൽ ഇവരൊക്കെ ലോകത്ത് പുറത്തു വരല് ഇങ്ങനെ വല്ലതും കുത്തി പറയുമ്പോഴാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ തമാശ. ഒരാളുടെ നമ്മൾ കണ്ടില്ലേ വീഡിയോയിൽ, പരിശുദ്ധ ഖുർആനിൽ എല്ലാവരും കൊല്ലാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്, ഖുർആൻ നിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള പെറ്റീഷനുകളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മൂപ്പര് അതിൽ ഏറ്റവും രസകരമായ കാര്യം, അത് പറയുന്ന ആ ചങ്ങാതി, അതിനെ പറ്റിയൊന്നും വിശദീകരിക്കുന്നില്ല ഞാൻ, മൂപ്പര് കണ്ട ഏറ്റവും വലിയ മുസ്ലിം ചേകനൂർ മൗലവിയാണ്. അതോടുകൂടെ തന്നെ പിന്നെ മനസ്സിലായി കാര്യം. ചേകനൂർ മൗലവിയെ പറ്റിയാണ് ഒരു വലിയ മുസ്ലിം പണ്ഡിതനായി ഏറ്റവും വലിയ ആളായിട്ട് പറയുന്നത്. അതോടെ നിൽക്കട്ടെ, അവരൊക്കെ ഒന്ന് പഠിക്കണം എന്താണ് ഈ മുസ്ലിങ്ങൾ നിസ്കാരത്തിന്റെ ശേഷം പറയുന്നത്. അപ്പോൾ മനസ്സിലാകും എന്താ പറയുന്നത്. അല്ലാഹുമ്മ അൻതസ്സലാം, അല്ലാഹുവേ നീ സമാധാനമാണ്, നിന്നിൽ നിന്നാണ് സമാധാനമുണ്ടാകുന്നത്, നിന്നിലേക്കാണ് സമാധാനം മടങ്ങുന്നത്. ഹയ്യിനാ റബ്ബനാ ബിസ്സലാം, ആ സമാധാനത്തിലായി ഞങ്ങളെ നീ ജീവിപ്പിക്ക്. തന്നെയുമല്ല വഅദ്ഖിൽനാ ബിറഹ്മതിക ദാറസ്സലാം, നിന്റെ ആ സലാമിന്റെ വീട്ടിൽ ഞങ്ങളെ നീ കിടത്തുകയും ചെയ്യേ. സമാധാനത്തിന്റെ വീട്, അല്ലെങ്കിൽ അള്ളാന്റെ വീട്, അതുമല്ലെങ്കിൽ പരസ്പരം സലാം പറയുന്ന വീട്. ഇവിടേക്കാണ് അള്ളാഹു നമ്മളെ വിളിക്കുന്നത്. പോവണ്ടേ? പോണല്ലോ. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. അവിടെ ചെന്നാലോ അവിടെ സന്തോഷം മാത്രമാണ്, അവിടെ ദുഃഖങ്ങളില്ല, അവിടെ പ്രയാസങ്ങളില്ല, അവിടെ വേവലാതികളില്ല. ഫീഹാ ഐനുൻ ജാരിയ, അവിടെ അതാണുള്ളത്, ഒഴുകുന്ന അരുവികൾ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ പറയൂ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഫീഹാ സുറുറും മർഫൂഅ വ അക്വാബും മൗലൂഅ വ നമാരിഖു മസ്ഫൂഫതു വ സറാബിയു മബ്സൂസ. അത് കഴിഞ്ഞാ പിന്നെ എന്താണെന്നല്ല എനിക്കും അറിയാം. എന്താ? അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വ ഇലസ് സമാഇ കൈഫ റുഫിഅത് വ ഇലൽ ജിബാലി കൈഫ നുസിബത് വ ഇലൽ അർളി കൈഫ സുതിഹത്. അല്ലാഹു പറയാണ്, ആ സ്വർഗത്തിൽ ഉയർത്തപ്പെട്ട കട്ടിലുകളുണ്ട്, ആ സ്വർഗത്തിൽ നിരനിരയായി വെക്കപ്പെട്ട കോപ്പകളുണ്ട്, ആ സ്വർഗത്തിൽ വിരിക്കപ്പെട്ട പരവതാനികളും വെക്കപ്പെട്ടിരിക്കുന്ന തലയിണകളുമുണ്ട്. വളരെ മനോഹരമാണ് ആ സ്വർഗത്തിന്റെ വർണ്ണനകൾ. അല്ലാഹു തമ്പുരാൻ ഇങ്ങനെ പറഞ്ഞപ്പോ പരിശുദ്ധ റസൂൽ അതിനെ വിശദീകരിച്ചു. സ്വർഗത്തിലുള്ള ഉയർന്ന കട്ടിലുകൾ എന്ന് പറഞ്ഞാൽ അല്ലാഹു തമ്പുരാൻ ആ കട്ടിലുകളെ വലുതാക്കിയിരിക്കുന്നു. ആ കട്ടിലിന്റെ മുകളിൽ ചെന്നാൽ സ്വർഗത്തിന്റെ ചുറ്റുപാടുകളിലുള്ള സാഹചര്യങ്ങൾ ഏതൊരാൾക്കും നോക്കിയാൽ കാണാവുന്നതാണ്. ഇതിങ്ങനെ പറഞ്ഞപ്പോ ഖുറൈശികൾ കളിയാക്കി, എന്ത് മണ്ടത്തരായി മുഹമ്മദ് പറയുന്നത്, ഇത്ര വലിയ കട്ടിലോ? കട്ടിലെന്ന് പറഞ്ഞത് ചെറുതല്ലേ ഉണ്ടാവുക? എങ്ങനെയാണ് ഇത്ര വലിയ കട്ടിലുണ്ടാകുന്നത്? ഇത്ര വലിയ കട്ടിലുകൾക്കൊരു പ്രസക്തിയുമില്ലല്ലോ. അള്ളാഹുവിന്റെ ഹബീബ് അത് പറയുമ്പോ, പരിശുദ്ധ റസൂൽ അത് പറയുമ്പോ, സല്ലല്ലാഹു അലൈഹി വസല്ലം കളിയാക്കിയ ശത്രുക്കളായ ആളുകൾക്ക് മറുപടി കൊടുത്തു. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. അതിനേക്കാൾ വലിയ അത്ഭുതം ഈ ഭൂമിയിൽ അള്ളാഹു ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. എന്താണത്? അവരൊട്ടകങ്ങളിലേക്ക് നോക്കുന്നില്ലേ? ആ ഒട്ടകം എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്? വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലസ് സമാഇ കൈഫ റുഫിഅത്. അവരാകാശം കാണുന്നില്ലേ? ആ ആകാശം ഉയർന്നു നിൽക്കുന്നു, ഒരു തൂണ് പോലുമില്ല. ഒന്നല്ല, വജഅൽനാ ഫൗഖകും സബ്അൻ ശിദാദാ. ചക്രവാള സീമകൾ അതിരിട്ട് നിൽക്കുന്ന വിശാലമായ ആകാശലോകത്തിന്റെ അത്ഭുതം അവർ കാണുന്നില്ലയോ? റഹ്മാനായ റബ്ബ് ചോദിക്കുകയാണ്,
വഇലൽ അർളി കൈഫ സുതിഹത്, ഈ ഭൂമി പരത്തപ്പെട്ടത് ഭൂമിയുടെ കാവൽ മാലാഖമാരെ പോലെ പർവ്വതങ്ങൾ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത് അവർ കാണുന്നില്ലേ? പിന്നെ ആ സ്വർഗ്ഗം ഉയർന്നാന്ന് പറഞ്ഞാൽ അവർക്ക് പ്രയാസം. ചുരുക്കത്തിൽ ആ സ്വർഗത്തിലേക്കാണ് മുഅ്മിനെ അള്ളാഹു നമ്മളെ വിളിക്കുന്നത്. വിളി കേട്ടു മഹാന്മാരായ സഹാബികൾ, നമ്മളും കേൾക്കണം. അവരാ വിളി കേട്ട് ജീവിച്ചു. ആ വിളി കേട്ടവർ നിര്യാണം പ്രാപിക്കുകയും ചെയ്തു. നമ്മൾ കരുതണ്ട സ്വർഗമെന്നുള്ളത് ഒരുപാട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ്, ആയിരക്കണക്കിന് കൊല്ലങ്ങൾ കഴിഞ്ഞ്, കുറെ കാലം ഖബറിൽ കഴിഞ്ഞ് നമുക്ക് കിട്ടാനുള്ള ഒന്നാണെന്ന് കരുതണ്ട. എപ്പോഴാണോ നമ്മൾ മരിക്കുന്നത് ആ സമയത്ത് നമ്മെ അറിയിക്കപ്പെടും നമ്മൾ സ്വർഗക്കാരനാണോ നരകക്കാരനാണോ. അങ്ങനെയാണ് അറിയിക്കപ്പെടും. മരിക്കുന്ന സമയത്ത് അയാൾ സ്വർഗത്തിലാണെങ്കിൽ ആ സ്വർഗത്തിന്റെ ഇരിപ്പിടം കണ്ടിട്ടാ മരിക്കുക. അപ്പോഴാ മുഖത്ത് പുഞ്ചിരി വിടരുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ പറയൂ. അല്ലാഹു തൗഫീഖ് തരട്ടെ. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങനെ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് ഇങ്ങനെയുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും വാഗ്ദാനം ചെയ്തപ്പോൾ സ്വഹാബികൾ മുഴുവൻ അതാഗ്രഹിച്ചു. അതുകൊണ്ടാണ് കാലിന് മുടന്തുണ്ടായിരുന്ന പ്രായം ഒരുപാട് ഏറിയ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വന്നത്. ചിന്തിക്കണം സഹോദരിമാരാലോചിക്കണം, ചെറുപ്പക്കാരാലോചിക്കണം. നമ്മളൊക്കെ ദീനിന് വേണ്ടി എന്ത് ചെയ്തു? സ്വർഗം കിട്ടാൻ വേണ്ടി എന്ത് ചെയ്തു? അംർ ഇബ്നുൽ ജമൂഹ് നബിയുടെ അടുക്കൽ വന്നു. യാ റസൂലല്ലാഹ്, അങ്ങ് ബദറിലേക്ക് പോയപ്പോൾ എന്നെ കൊണ്ടുപോയില്ല. എനിക്ക് പ്രായമേറിയതായിരുന്നു, എന്റെ കാലിന് മുടന്തുണ്ടായിരുന്നു. പക്ഷേ ഈ തവണ എന്നെ തടയല്ല നബിയേ, എന്നെ കൊണ്ടുപോകണേ. എന്നിട്ട് പറഞ്ഞു, നബിയേ, ഞാൻ ഇതാഗ്രഹിച്ചപ്പോഴും എന്റെ മക്കൾ എന്നെ അനുവദിക്കുന്നില്ല, അവര് സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് യാ റസൂലല്ലാഹ്, എന്റെ മക്കളോടങ്ങ് പറയണേ, എന്റെ മക്കളെ വിളിച്ചങ്ങ് ഉപദേശിക്കണേ നബിയേ. മുത്ത് റസൂൽ തിരുമേനി ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ജമൂഹിന്റെ മക്കളെ വിളിച്ചു. മക്കള് പറഞ്ഞു, നബിയെ വേണ്ട, വാപ്പാക്ക് പ്രായമേറെയുണ്ട്, വാപ്പയാണെങ്കിലോ വികലാംഗനുമാണ്, അതുകൊണ്ട് വേണ്ട. അംർ പറഞ്ഞു, നബിയെ വേണം, കാരണം ഞാൻ ആഗ്രഹിക്കുന്നത് സ്വർഗമാണ്. എങ്ങനെയാ സ്വർഗം? കഅന്നീ അൻദുറു ഇലൽ ജന്ന, ഞാനിതാ എന്റെ മുമ്പിൽ ഈ സ്വർഗം കാണുകയാണ്. അത്ഉബി ഉർജതി, എന്റെ ഈ മുടന്തുള്ള കാലുകൊണ്ട് ഞാൻ ആ സ്വർഗത്തിൽ ചവിട്ടുന്നത് ഞാൻ കാണുന്നുണ്ട് യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ കാണുന്നുണ്ട് എന്റെ മുടന്തുള്ള കാലുകൊണ്ട് ഞാൻ സ്വർഗത്തിൽ ചവിട്ടുന്നതായിട്ട്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളോട് പറഞ്ഞു, മക്കളെ, അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹമല്ലേ, നിങ്ങൾ സമ്മതിച്ചേക്ക്. സമ്മതിച്ചു. പോയി. എന്തിനു പോയി? ഉഹദിലേക്ക് പോയി. ഇന്നും നിങ്ങൾക്ക് കാണാൻ കഴിയുമല്ലോ വിശാലമായ ഉയർന്നു നിൽക്കുന്ന ഉഹദ് മല. ആ ഉഹദിന്റെ താഴ്വാരത്ത്, ആ ഉഹദിന്റെ പോർക്കളം, സഹാബത്തുൽ കിറാം മറമാടി കിടക്കുന്ന സ്ഥലം. അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട റസൂലിന്റെ സമ്മതത്തോടെ യുദ്ധക്കളത്തിലേക്ക് പോയി. ആ പാവം യുദ്ധം കഴിഞ്ഞു. സഹാബികളിൽ പലരും ഷഹീദായി, രക്തസാക്ഷികളായി. രക്തസാക്ഷികളായപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ യുദ്ധം കഴിഞ്ഞ് സഹാബികൾക്കിടയിൽ ഇങ്ങനെ നടക്കുകയാണ്. ആരൊക്കെയാ വഫാത്തായിരിക്കുന്നത്? ഈ മയ്യത്ത് കണ്ടപ്പോൾ നബി തിരുമേനി അവിടെ നിന്നുപോയി. താടിയും മുടിയുമെല്ലാം രക്തം പുരണ്ട്, കൈകാലുകൾ വെട്ടിമുറിക്കപ്പെട്ട് വയോവൃദ്ധനും മുടന്തനുമായ അംർ ഇബ്നുൽ ജമൂഹ് ഇങ്ങനെ കിടക്കുന്നത് കണ്ടോ? അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറഞ്ഞു. അവിടുന്ന് പറഞ്ഞു, ഏതെങ്കിലും ഒരു വിശ്വാസി അല്ലാഹുവിന്റെ മാർഗത്തിൽ രക്തമൊലിപ്പിച്ചാൽ
അവന്റെ ശരീരത്തിൽ ഒരു മുറിവേറ്റാൽ ആ മുറിവിൽ നിന്ന് രക്തമൊഴുകിയാൽ നാളെ കുങ്കുമത്തിന്റെ വർണ്ണവും കസ്തൂരിയുടെ ഗന്ധവുമായിട്ട് ആ മനുഷ്യൻ അല്ലാഹുവിന്റെ അടുക്കലേക്ക് സ്വർഗത്തിലേക്ക് വരുമെന്ന് സയ്യിദുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടോ മുഅ്മിനേ, ഇതാണ് സ്വർഗം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്തത്. ആ സ്വർഗത്തിലേക്ക് അല്ലാഹു തമ്പുരാൻ വിളിക്കുമ്പോ നമ്മൾ ആ വിളിക്ക് ഉത്തരം നൽകുക, ഈമാനോടുകൂടെ ജീവിക്കുക, സ്വർഗം ആഗ്രഹിക്കുക. ചിന്തിക്കണം. ഒരൊറ്റ ഹദീസ് കൂടെ പറഞ്ഞ് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുകയാണ്. സ്വർഗം, അതിലേക്കുള്ള വരവന്നെ ഭയങ്കര രസമായിരിക്കും. മിഅ്റാജിന്റെ രാവിലെ അല്ലാഹുവിനോട് വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്, പടച്ചോനെ നീ സ്വർഗം തരണേ അല്ലാ, നീ ഞങ്ങൾക്ക് തരണേ അല്ലാ. എങ്ങനെയാ ചെല്ലുക? കൂട്ടം കൂട്ടമായിട്ടാ ചെല്ലുക. പരസ്പരം കളിച്ച് ചിരിച്ചിട്ടാണ് സ്വർഗത്തിന്റെ കവാടത്തിലേക്ക് ഇങ്ങനെ ചെല്ലുക. വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറ. കൂട്ടം കൂട്ടമായി അല്ലാഹുവിനെ സൂക്ഷിച്ച ആളുകൾ സ്വർഗത്തിലേക്ക് ഇങ്ങനെ കടന്നു ചെല്ലും. അല്ലേ? നമ്മൾ കാണാത്ത ഒരുപാട് മഹാന്മാരുണ്ട്, അവരെ നമ്മൾ ഓർത്തിട്ടുണ്ട്. നമ്മൾ ഇലാ ഹദറാത്തിൽ അംബിയാഇ വൽ ഔലിയാഇ, അംബിയാക്കൾ ഔലിയാക്കളെ സ്നേഹിച്ചിട്ടുണ്ട്. അവരൊക്കെ ഇങ്ങനെ കണ്ട് ആനന്ദത്തോടെ സ്വർഗത്തിലേക്ക് ഇങ്ങനെ പോവാണ്. ഹത്താ ഇദാ ജാഊഹാ, ആ സ്വർഗത്തിലേക്ക് അവർ കടന്നു ചെല്ലുമ്പോൾ ഫുതിഹത് അബ്വാബുഹാ, അതിന്റെ കവാടങ്ങൾ ഇങ്ങനെ തുറക്കപ്പെടും. അപ്പോൾ ആ കവാടം സൂക്ഷിക്കുന്ന അതിന്റെ സൂക്ഷിപ്പുകാരായ പാറാവുകാരായ മലക്കുകൾ പറയുകയാണ്, സലാമുൻ അലൈക്കും. അവിടെ നിങ്ങോട് സലാം പറയാണ്, ഇവിടെ അങ്ങോട്ടല്ല, ചെല്ലുന്നവരല്ല, അവിടെ നിങ്ങോട് പറയാണ് അസ്സലാമു അലൈക്കും. വരൂ വരൂ, തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ, നിങ്ങൾ നല്ലത് ചെയ്തവരാണല്ലോ, അതുകൊണ്ട് ഈ സ്വർഗത്തിൽ നിങ്ങൾ കടന്നോളൂ, നിങ്ങൾ ഈ സ്വർഗത്തിൽ ശാശ്വതമായി കടന്നോളൂ. ഫദ്ഖുലൂഹാ ഖാലിദീൻ. അല്ലാഹു പറയാണ്. എന്തായിരിക്കും അല്ലേ സ്വർഗത്തിൽ ഇങ്ങനെ ചെന്നാൽ? അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും. അങ്ങനെ സ്വർഗത്തിൽ ഇങ്ങനെ പഴം കിട്ടാണ്. കുല്ലമാ റുസിഖൂ മിൻഹാ മിൻ സമറത്തിൽ റിസ്ഖാ ഖാലൂ ഹാദല്ലദീ റുസിഖ്നാ മിൻ ഖബ്ൽ വഉതൂ ബിഹി മുതശാബിഹാ വലഹും ഫീഹാ അസ്വാജും മുതഹ്ഹറ. അല്ലാഹു സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറയാണ്, ഭക്ഷണം ഇങ്ങനെ കിട്ടുമ്പോ, ആദ്യത്തെ ഭക്ഷണം അവർക്ക് ഇങ്ങനെ കിട്ടുമ്പോ, പഴങ്ങൾ അവർക്ക് ഇങ്ങനെ കിട്ടുമ്പോ അവര് പറയും ഹാദല്ലദീ റുസിഖ്നാ മിൻ ഖബ്ൽ, ഇത് ഞങ്ങൾക്ക് ദുനിയാവിന് മുമ്പ് കിട്ടിയ അതേ പഴാണല്ലോ. പക്ഷെ അത് അവർക്ക് വെറുതെ തോന്നുകയാണ്. അവർക്കത് കിട്ടുമ്പോ അതവർക്ക് സാദൃശ്യമാക്കപ്പെട്ടതാണ്. അതിന്റെ രുചിയിൽ വ്യത്യാസമുണ്ട്, അത് കഴിച്ചാലുണ്ടാകുന്ന അനുഭവത്തിൽ വ്യത്യാസമുണ്ട്. സ്വർഗം അവിടുത്തെ അനുഭവത്തിലെ വ്യത്യാസമാണ്. നബി പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വർഗക്കാര് മുഴുവൻ സ്വർഗത്തിൽ കടന്നാൽ അവർക്ക് പഴങ്ങൾ, ഫലങ്ങൾ, ഭക്ഷണങ്ങളൊക്കെ കിട്ടും. അവർക്കവിടെ ഇങ്ങനെ പരവതാനികൾ വിരിക്കപ്പെടും. എല്ലാം വിരിക്കപ്പെട്ട് എല്ലാം സന്തോഷത്തോടെ ആ സ്വർഗത്തിന്റെ സന്തോഷത്തിൽ, ആനന്ദത്തിൽ അവരിങ്ങനെ കഴിഞ്ഞുകൂടുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, അങ്ങനെ കഴിഞ്ഞുകൂടുമ്പോ സ്വർഗക്കാരുടെ മുഖത്ത് കാണാം എന്തോ ഒരു ദുഃഖം, എന്തോ ഒരു സങ്കടം. അല്ലാഹു ചോദിക്കും മലക്കുകൾ, സ്വർഗക്കാരെ നിങ്ങൾക്ക് എന്താണ് ഒരു സങ്കടം? ഇത് സങ്കടത്തിന്റെ വീടല്ലല്ലോ, ഇത് സന്തോഷത്തിന്റെ വീടാണല്ലോ. അവര് പറയും, അല്ലാ ഞങ്ങളോട് നീ ഒരു വാഗ്ദാനം നടത്തിയിരുന്നു, ആ വാഗ്ദാനം ഇതുവരെ നിറവേറിയില്ലല്ലോ അല്ലാ. എന്താ പടച്ചോന്റെ വാഗ്ദാനം? കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില വതദറൂനൽ ആഖിറ വുജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ.
അല്ലാഹുവിലേക്ക് നോക്കിയിട്ട് മുഖം പ്രകാശിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് എന്ന് തമ്പുരാനെ നീ പറഞ്ഞല്ലോ. ഇതുവരെ ഞങ്ങൾക്കത് കിട്ടിയിട്ടില്ല. നിന്നെ കാണാൻ ഇതുവരെ പറ്റിയിട്ടില്ല. നിന്നെ കണ്ടേ മതിയാവൂ. ഇത് നമ്മുടെ മനസ്സിൽ വരാത്തെന്തെന്നറിയോ? അള്ളാനെ കാണുക എന്നുള്ളൊരു ചിന്ത വരാത്തത് എന്താ? പടച്ചോനോട് സ്നേഹമുള്ളവർ വിചാരിക്കും. ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അയാളെ കാണാൻ ആഗ്രഹിക്കും. അള്ളാനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പടച്ചോനെ കാണാൻ ആഗ്രഹിക്കും. സ്വർഗത്തുനിന്ന് പറയും, പടച്ചോനെ ഞങ്ങൾക്ക് നിന്നെ കാണണമെന്ന് നീ വാഗ്ദാനം ചെയ്തിരുന്നു, കണ്ടേ മതിയാവൂ. അള്ളാഹു മലക്കുകളോട് പറയും, മലക്കുകളെ എന്നെ കാണാനതാ സ്വർഗക്കാരാഗ്രഹിക്കുന്നു, അവർക്കെന്നെ കാണിച്ചു കൊടുക്കൂ, അവർക്കെന്നെ കണ്ടേ മതിയാവൂ. അള്ളാഹുവിനോട് മലക്കുകൾ പറയും, പടച്ചോനെ വകൈഫ യറൗന, അവരെങ്ങനെ നിന്നെ കാണാനാണ്? കാരണം അവരുണ്ടല്ലോ ലിഅന്നഹും കാനൂ, അവര് തെറ്റുകാരായിരുന്നു, കുറ്റം ചെയ്യുന്നവരായിരുന്നു. പിന്നെ എങ്ങനെ അവര് നിന്നെ കാണാനാണ്? അതുകൊണ്ട് തൽക്കാലം നിന്നെ കാണണോ? പടച്ചോൻ മലക്കുകളോടും അള്ളാഹു മലക്കുകളോട് പറയും, മലക്കുകൾ എന്നെ കണ്ടേ മതിയാവൂ. കാരണം ലിഅന്നഹും കാനൂ ലാകിരീന ബാകീന ഫിദ്ദുനിയാ തമഅൻ ഫീ ലിഖാഇ, എന്നെ കാണാൻ വേണ്ടി, എന്നെ കാണാൻ മോഹിച്ച് ആഗ്രഹിച്ച് അവരൊറ്റക്കിരുന്ന് കരയുന്നവരായിരുന്നു. പടച്ചോനെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ നാഥ. അള്ളാനെ ആലോചിച്ച് ഒറ്റക്കിരുന്ന് കരയുന്നവരായിരുന്നു. അതുകൊണ്ട് എന്നെ കണ്ടേ മതിയാവൂ. മലക്കുകൾ ആ വിരി അങ്ങ് മാറ്റിക്കൊടുക്കും. അള്ളാനെ സ്വർഗക്കാരൊക്കെ കാണും. സ്വർഗത്തിൽ ഏറ്റവും വലിയ അനുഭൂതി അതാ, അള്ളാനെ കാണുക. അതിലപ്പുറം ഒരു അനുഭൂതി ഇല്ല. അള്ളാനെ കണ്ടത് എങ്ങനെയാണെന്നറിയില്ല, അതിന്റെ രൂപം എങ്ങനെയാണെന്നറിയില്ല. അള്ളാനെ ലോകത്ത് നിന്നൊരാൾ കണ്ടു. ആരായിരുന്നു അത്? നബിയുനാ മുഹമ്മദ് മുസ്തഫ. വേറൊരാൾക്കും കൊടുത്തിട്ടില്ല. ഈജിപ്തിൽ പോയാൽ ഈജിപ്തിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് വലിയ പർവ്വത നിരകളുണ്ടവിടെ, തൂരിസീന പർവ്വത നിരകൾ. ആ പർവ്വതത്തിന്റെ ഒരു താഴ്വാരമാണ് വാദി തുവ. വിനീതനായ ഞാൻ അവിടെ പോയിട്ടുണ്ട്. വാദി തുവ, തുവ താഴ്വര. അവിടെ നിന്നാണ് മൂസ അലൈഹിസ്സലാം അള്ളാഹുവിനോട് സംസാരിച്ചത്. അവിടെ ഒരു മരമുണ്ട്, അവിടെ വലിയ ഒരു ചർച്ചുണ്ട്, സെന്റ് കാതറിൻ. അതിന്റെ തൊട്ടപ്പുറത്തൊരു മലയുണ്ട്. ആ മല ഇങ്ങനെ കരിഞ്ഞ മല, കറുത്ത നിറത്തിലുള്ള മല. അതെങ്ങനെ കരിഞ്ഞു? അള്ളാഹുവിനോട് മൂസാ നബി പറഞ്ഞു, പടച്ചോനെ ഞാൻ നിന്നെ ഒന്ന് കാണട്ടെ. പടച്ചോൻ പറഞ്ഞു, എന്നെ കാണാൻ കഴിയില്ല. റബ്ബി അരിനീ അൻളുർ ഇലൈക്, അല്ലാഹുവേ നിന്നെ നീ എനിക്കൊന്ന് കാണിച്ചു തരുമോ? കാണാൻ കഴിയില്ല. ഫഇന്നക ലം തറാനി, എന്നെ കാണാൻ കഴിയില്ലട്ടോ. അവസാനം പറഞ്ഞു, കണ്ടേ മതിയാവെന്ന് പറഞ്ഞു ദേ ആ മലയുടെ മുകളിലേക്ക് ഞാൻ വരാം. അല്ലാഹ് പറഞ്ഞു, ആ മലയുടെ മുകളിലേക്ക് നീ നോക്കുക. ആ മല അവിടെ തന്നെ നിൽക്കുന്നുവെങ്കിൽ നിനക്കെന്നെ കാണാം. മലയുടെ മുകളിൽ അല്ലാഹ് വന്നില്ല. പ്രകാശത്തിന്റെ ഒരംശത്തിന്റെ എന്തെന്ന് അതിനെ വിശദീകരിക്കാൻ എങ്ങനെയെന്നറിയില്ല. അവിടെ അല്ലാഹു ആ മലയുടെ മുകളിലേക്ക് അങ്ങ് അയച്ചപ്പോൾ ജഅലഹു ദക്ക ഫഖറ മൂസാ സ്വഇഖാ, പർവ്വതം പൊടിഞ്ഞു പോയി, മൂസാ നബി വീണുപോയി. ഈ അല്ലാഹ് സ്വർഗത്തിൽ നിന്ന് ഇങ്ങനെ കാണുകയാണ്. അള്ളാന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ. മുഅ്മിനെ, അത് അള്ളാഹുവിനോടുള്ള സ്നേഹം മനസ്സിലങ്ങ് പതിഞ്ഞോർക്ക് അതിന്റെ ആ മധുരം കിട്ടും. ഒരാളെ കാണുക എന്ന് പറഞ്ഞ മാതിരിയല്ല, അള്ളാനെ കാണുക. എത്ര നമുക്ക് ആയുസ്സുള്ളത്? മരിച്ചു പോയാൽ പിന്നെ ഇതല്ലാതെ എന്ത് സമാധാനം ഉണ്ടാവുക? അള്ളാനെ കാണുക. അള്ളാഹുവിനെ സ്വർഗക്കാര് കാണും. റബ്ബിനെ കണ്ട മാത്രയില്ല, അവർ സുജൂദിൽ വീഴും. അല്ലാഹ് പറയും, സ്വർഗക്കാരെ ഇതെന്തിനാണ് നിങ്ങൾ സുജൂദിൽ വീഴുന്നത്? ഇത് സുജൂദിന്റെ വീടല്ലല്ലോ, ഇത് ബഹുമാനത്തിന്റെ വീടല്ലേ, ഇത് ആദരത്തിന്റെ വീടല്ലേ. അതുകൊണ്ട് എല്ലാവരും എഴുന്നേൽക്കൂ. അങ്ങനെ സ്വർഗക്കാര് മുഴുവൻ എഴുന്നേൽക്കുമ്പോ രാജാതിരാജനായ അല്ലാഹു ഇൻഷാ അല്ലാഹ് ഇതിന് യോഗ്യതയുണ്ടോ മുഅ്മിനേ? ഇങ്ങനെ ചോദിക്കപ്പെടാൻ അർഹതയുണ്ടോ?
ഇല്ലെങ്കിൽ ഉണ്ടാക്കണ്ടേ? അല്ല പറയുകയാണ്, റസൂലുള്ള പറയാണ്, അല്ല ചോദിക്കും സ്വർഗക്കാരോട്, എനിക്ക് നിങ്ങളെ നല്ല ഇഷ്ടായിട്ടുണ്ട്, ഫഖദ് റളീതു അൻകും, എനിക്ക് നിങ്ങളെ നല്ല ഇഷ്ടായിട്ടുണ്ട്. നിങ്ങൾ പള്ളി ഉണ്ടാക്കിയവരല്ലേ, നിങ്ങൾ മദ്രസ ഉണ്ടാക്കിയവരല്ലേ, നിങ്ങൾ സുബഹിക്ക് എഴുന്നേറ്റവരല്ലേ, നിങ്ങൾ എനിക്ക് വേണ്ടി ഭക്ഷണം ഒഴിവാക്കിയവരല്ലേ, നിങ്ങൾ ഇഷ്ടായിട്ടുണ്ട്. ഫഹൽ റളീതും അന്നീ, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമായോ? അതിന് സ്വർഗ്ഗക്കാർ അല്ലാഹുവോട് പറയുമെന്നാണ്, വകൈഫ യാ റബ്ബനാ ലാ നർളാ, ഞങ്ങൾ എങ്ങനെ നിന്നെ തൃപ്തിപ്പെടാതിരിക്കുമല്ല, കാരണം നീ ഞങ്ങൾക്ക് നൽകിയല്ലോ, വഖദ് അഅതൈതനാ മാ ലാ ഐനുൻ റഅത് വലാ ഉദ്നുൻ സമിഅത് വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യനും ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, ഒരാളും ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത, ഒരാളുടെ മനസ്സിലും ഇന്ന് വരെ ഇങ്ങനെയായിരിക്കുമെന്ന് ചിന്തിച്ചിട്ടില്ലാത്ത ഈ സ്വർഗാനുഭൂതികൾ ഞങ്ങൾക്ക് നീ നൽകിയല്ലോ റബ്ബേ എന്ന് സ്വർഗ്ഗക്കാർ അല്ലാഹുവോട് പറയുമെന്ന് ഖാല റസൂലുള്ളാഹി. ഉറക്കെ പറയൂ, ഖാല റസൂലുള്ളാഹി. അതാണ് അല്ലാഹു പറഞ്ഞത്, ജന്നാത്തു അദ്ൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദാ റളിയല്ലാഹു അൻഹും വറളൂ അൻ ദാലിക ലിമൻ ഖശിയ റബ്ബഹ്. ജന്നാത്തു അദ്ൻ, ശാശ്വതമായ സ്വർഗ്ഗം, തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അതിന്റെ അടിവാരത്തുകൂടെ അരുവികൾ ഇങ്ങനെ ഒഴുകുന്നു, ഖാലിദീന ഫീഹാ അബദാ, ആ സ്വർഗ്ഗത്തിൽ അവർ ശാശ്വതരാണ്. ആര്? റളിയല്ലാഹു അൻഹും, അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, വറളൂ അൻഹും, അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഈ സന്തോഷമാർക്കാ? ദാലിക ലിമൻ ഖശിയ റബ്ബഹ്, അത് അല്ലാഹനെ പേടിച്ചവർക്കാണ്. റഹ്മാനായ റബ്ബേ, ഈ അനുഭൂതി ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണേ തമ്പുരാനെ. എല്ലാരും ആമീൻ പറയും, നീ നൽകണേ അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്.